തർക്കങ്ങളിൽ ആരെയും തറപറ്റിക്കാം. വാക്ചാതുര്യം കൊണ്ട് വിജയിക്കാനുള്ള സീക്രട്ട് സൈക്കോളജി. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരാളെങ്കിലും നമ്മളെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും. ഒരു സുഹൃത്തോ സഹപ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ ആകട്ടെ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളെ പരിഹസിക്കുമ്പോൾ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു കയറുമെങ്കിലും എന്തു പറയണമെന്നറിയാതെ നമ്മൾ തളർന്നു പോകാറുണ്ട്. ആ തർക്കം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ആലോചിക്കും, അന്നെനിക്ക് അത് പറയാമായിരുന്നു, ഇത് പറയാമായിരുന്നു എന്ന്. ഈ ഒരു ഖേദം, അതായത് റിഗ്രറ്റ്, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെറും വാക്കുകൾ കൊണ്ട് മറുപടി നൽകാനല്ല, മറിച്ച് നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് എതിരാളിയെ നിശബ്ദനാക്കാനുള്ള 5 മാസ്റ്റർ ടെക്നിക്കുകളാണ്. പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച അവസരത്തെക്കുറിച്ച് പറയട്ടെ. മാനസികമായ കരുത്തിനൊപ്പം തന്നെ പ്രധാനമാണ് ശാരീരികമായ ആത്മവിശ്വാസവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ പ്രേക്ഷകർക്കായി ഒരു വലിയ സർപ്രൈസ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ 3999 രൂപ വില വരുന്ന ഞങ്ങളുടെ പ്രീമിയം വീഡിയോ കോഴ്സായ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് ഇപ്പോൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി സ്വന്തമാക്കാം. ഇത് ലഭിക്കാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മുടെ ചാനലിലെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ലെവലിലുള്ള ചാനൽ മെമ്പർഷിപ്പ് എടുക്കുക. വെറും 89 രൂപയുടെ മെമ്പർഷിപ്പ് എടുത്താൽ പോലും 3999 രൂപ വില വരുന്ന ഈ സമ്പൂർണ്ണ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കും. നിങ്ങളും ഇന്ന് തന്നെ ഇതിന്റെ ഭാഗമാകൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വീഡിയോയുടെ അവസാനം പങ്കുവയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തികൾ ഉപയോഗിക്കുന്ന ഈ 5 സൈക്കോളജിക്കൽ ട്രിക്കുകൾ നിങ്ങളെ ഒരു സാധാരണക്കാരനിൽ നിന്നും ഒരു ആൽഫ കമ്മ്യൂണിക്കേറ്ററായി മാറ്റും. 1. നിശബ്ദതയുടെ മാരക പ്രഹരം, ദ ഡെഡ്ലി സൈലൻസ്. ഒരു ഇൻസൾട്ടിന് നൽകാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ അത് നിശബ്ദതയാണ്. ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു സൈക്കോളജിയുണ്ട്. ഒരാൾ നിങ്ങളെ അപമാനിക്കുന്നത് നിങ്ങളുടെ റിയാക്ഷൻ കാണാനാണ്. നിങ്ങൾ ദേഷ്യപ്പെടുകയോ കരയുകയോ ചെയ്യുമ്പോൾ അയാൾ ജയിക്കുന്നു. നമുക്ക് ബുദ്ധന്റെ ഒരു കഥ നോക്കാം. ഒരാൾ ബുദ്ധനെ ഒരുപാട് ചീത്ത വിളിച്ചു. ബുദ്ധൻ ശാന്തനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ട് ഒന്നും പറഞ്ഞില്ല? ബുദ്ധൻ മറുപടി നൽകി, ഒരാൾ നിനക്കൊരു സമ്മാനം തരുന്നു, നീ അത് സ്വീകരിച്ചില്ലെങ്കിൽ ആ സമ്മാനം ആരുടെ പക്കലിരിക്കും? അത് നൽകിയ ആളിൻ്റേത് തന്നെ എന്ന് ശിഷ്യൻ പറഞ്ഞു. അതേപോലെ ആ അപമാനം ഞാൻ സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് അത് അയാളുടെ പക്കൽ തന്നെ ഇരിക്കുന്നു. റിയൽ ലൈഫ് പ്രയോഗം. ഹോസ്റ്റലിലോ ഓഫീസിലോ ആരെങ്കിലും നിങ്ങളെ പരിഹസിച്ചാൽ ഉടനെ മറുപടി പറയാൻ തിരക്ക് കൂട്ടരുത്. പകരം അവരെ 3-4 സെക്കൻഡ് നേരം തുറിച്ചു നോക്കുക. എന്നിട്ടൊരു ചെറിയ ചിരിയോടെ നിങ്ങളുടെ ജോലി തുടരുക. നിങ്ങളുടെ ആ മൈൻഡ് ഗെയിം അവരെ വല്ലാതെ പേടിപ്പിക്കും. അവർ നിങ്ങളെ അപമാനിക്കാനിട്ട തീ നിങ്ങളുടെ ശാന്തതയിൽ കെട്ടുപോകും. റിവേഴ്സ് അറ്റാക്ക്, മിറർ ടെക്നിക്. ചിലർ തങ്ങൾ വലിയ ആളാണെന്ന് കാണിക്കാൻ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ നോക്കും. അവിടെയാണ് റിവേഴ്സ് അറ്റാക്ക് ഉപയോഗിക്കേണ്ടത്. ഷാറുഖ് ഖാന്റെ ജീവിതത്തിലെ ആ അനുഭവം ഇതിന് പറ്റിയ ഉദാഹരണമാണ്. ഒരു പ്രസ് മീറ്റിൽ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തെ പേര് തെറ്റിച്ചു വിളിച്ചപ്പോൾ ഷാറുഖ് ദേഷ്യപ്പെട്ടില്ല. പകരം റിപ്പോർട്ടറുടെ പേര് മനഃപൂർവ്വം തെറ്റിച്ചു വിളിച്ചു. ആ റിപ്പോർട്ടർക്ക് തന്റെ തെറ്റ് ബോധ്യമാവുകയും എല്ലാവരുടെയും മുന്നിൽ അവർ പരിഹാസിയാവുകയും ചെയ്തു. എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാം? ഒരാൾ നിങ്ങളെ കളിയാക്കുമ്പോൾ അതേ പാറ്റേൺ അവർക്ക് നേരെ തിരിച്ചുവിടുക. ഉദാഹരണത്തിന്, ഒരാൾ പറയുന്നു, നിന്റെ ഈ പഴയ ഫോൺ കൊണ്ട് നീ എങ്ങനെ നടക്കുന്നു? നിങ്ങൾക്ക് ചോദിക്കാം, അതിരിക്കട്ടെ, നിന്റെ ഈ പഴയ ചിന്താഗതിയും വെച്ച് നീ എങ്ങനെ നടക്കുന്നു? ഇവിടെ നിങ്ങൾ വഴക്കിടുന്നില്ല, പകരം അവരുടെ തന്നെ ആയുധം അവർക്ക് നേരെ തിരിക്കുന്നു. നിങ്ങൾ ശാന്തനാണെന്ന് കാണിക്കുന്നത് അവരെ കൂടുതൽ ബലഹീനരാക്കും. 3. ഇൻസെക്യൂരിറ്റികളെ ലക്ഷ്യം വെക്കുക. ടാർഗറ്റിംഗ് ദ വീക്ക്നെസ്. ചിലർ നേരിട്ട് ഇൻസൾട്ട് ചെയ്യില്ല, പക്ഷെ തമാശയിലൂടെ നിങ്ങളെ കുത്തിനോവിപ്പിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ ആത്മവിശ്വാസക്കുറവിനെ പരോക്ഷമായി പുറത്തു കൊണ്ടുവരികയാണ്. ഉദാഹരണം, നിനക്ക് എന്തിനാ ഇത്ര ആറ്റിറ്റ്യൂഡ് എന്നൊരാൾ ചോദിച്ചാൽ, അത് നന്നായല്ലേ, നിനക്ക് തീരെ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തു തന്നേക്കാം എന്ന് പറയാം. ഇവിടെ നിങ്ങൾ അവരെ ചീത്ത വിളിക്കുന്നില്ല, പകരം അവരുടെ ഉള്ളിലെ കോൺഫിഡൻസ് ഇല്ലായ്മയെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള മറുപടികൾ നൽകുമ്പോൾ എപ്പോഴും ടോൺ ശ്രദ്ധിക്കണം. നിങ്ങൾ കരഞ്ഞുകൊണ്ടോ ദേഷ്യപ്പെട്ടോ പറയരുത്, പകരം വളരെ മാന്യമായി ചിരിച്ചുകൊണ്ട് പറയുക. അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും നിങ്ങൾ വളരെ പക്വതയുള്ള ആളാണെന്നും മറ്റേയാൾ വെറും വിഡ്ഢിയാണെന്നും. 4. അക്സെപ്റ്റ് ആൻഡ് കൗണ്ടർ, ദി അക്സെപ്റ്റൻസ് സ്ട്രാറ്റജി. സ്റ്റീവ് ജോബ്സിനെ ഒരു വലിയ വേദിയിൽ ഒരാൾ പരസ്യമായി അധിക്ഷേപിച്ചു. അദ്ദേഹം ചെയ്തത് അത് നിഷേധിക്കാനോ തർക്കിക്കാനോ അല്ല,
അദ്ദേഹം ഒരു ദീർഘശ്വാസമെടുത്ത് ശാന്തനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ശരിയാണ്, എനിക്കും തെറ്റുകൾ പറ്റാറുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു തെറ്റ് അംഗീകരിക്കുമ്പോൾ എതിരാളിയുടെ കയ്യിലുള്ള ആയുധം അവിടെ അവസാനിക്കും. പക്ഷേ അവിടെ നിർത്തരുത്. അതിനുശേഷം ഒരു കൗണ്ടർ നൽകണം. നീ ഒന്നും ശരിക്കല്ല ചെയ്യുന്നത് എന്നൊരാൾ പറഞ്ഞാൽ, അതെ, തെറ്റുകൾ വരാറുണ്ട്, പക്ഷേ ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, നിന്നെപ്പോലെ വെറുതെ ഇരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുകയല്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കുക. ഇത് കേൾക്കുന്നയാൾക്ക് പിന്നെ മറുപടി ഉണ്ടാകില്ല. 5. ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ്, ഫ്രെയിം മാറ്റുക, ദ മൈൻഡ് ഗെയിം. ഏറ്റവും ഡേഞ്ചറസ് ആയ സൈക്കോളജിക്കൽ വിദ്യയാണിത്. ഒരാൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ആ തർക്കത്തിന്റെ വിഷയം മാറ്റി ആ വ്യക്തിയുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുക. ഉദാഹരണം, ഒരു സുഹൃത്ത് നിങ്ങളെ മോശമായി കളിയാക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ചോദിക്കാം, ബ്രോ, നീ ജെനുവിൻലി ഇത്രയും ഇൻസെക്യൂർ ആണോ? മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടിയാലേ നിനക്ക് സന്തോഷം കിട്ടൂ എന്നുണ്ടോ? ഇവിടെ നിങ്ങൾ അവനെ ഒരു ഹീറോയിൽ നിന്നും ഒരു പാവം ഇൻസെക്യൂർ വ്യക്തിയായി മാറ്റി. അവന്റെ ഇമേജ് അവിടെ തകരും. ഉടനെ അവൻ പറയും, ഞാൻ തമാശ പറഞ്ഞതല്ലേ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം, ഈ തമാശയിൽ എവിടെയാ തമാശയിരിക്കുന്നത്? ഇതോടെ ആ വ്യക്തി പൂർണ്ണമായും നിശബ്ദനാകും. മൈൻഡ്സെറ്റ് ഷിഫ്റ്റ്. ഈ പറഞ്ഞ വിദ്യകളെല്ലാം ഫലിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം വേണം. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വലിയൊരു ബഹുമാനമുണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ മറ്റാരും നിങ്ങളെ ബഹുമാനിക്കില്ല. തർക്കങ്ങളിൽ ജയിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ കയ്യിലുള്ള സെൽഫ് കൺട്രോൾ കൊണ്ടാണ്. ഡിസ്ക്ലെയിമർ: ഈ അറിവുകൾ മറ്റൊരാളെ ഉപദ്രവിക്കാനോ അനാവശ്യമായി താഴ്ത്തിക്കെട്ടാനോ ഉപയോഗിക്കരുത്. ഇത് നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ഒരു കവചം മാത്രമാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ശാരീരികമായ കരുത്തും ഫിറ്റ്നസും നിങ്ങളുടെ കോൺഫിഡൻസ് 100 മടങ്ങ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെയാണ് 3999 രൂപ വില വരുന്ന അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന വീഡിയോ കോഴ്സ് നമ്മുടെ ചാനൽ മെമ്പേഴ്സിനായി സൗജന്യമായി നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഇതൊരു ചെറിയ കാര്യമല്ല. വെറും 89 രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള വർക്കൗട്ട് പ്ലാനുകളാണ്. ഇതിൽ ബോഡി വെയ്റ്റ് വർക്കൗട്ടുകൾ, സ്റ്റാമിന കൂട്ടാനുള്ള വിദ്യകൾ തുടങ്ങി എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ ജോയിൻ ബട്ടൺ അമർത്തി ഈ വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കൂ. നിലവിൽ 300-ലധികം ആളുകൾ നമ്മുടെ ഈ പ്രീമിയം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞു. അവരോടൊപ്പം ചേർന്ന് ശാരീരികമായും മാനസികമായും വളരാൻ ഈ അവസരം ഉപയോഗിക്കൂ. ഓർക്കുക, ഏത് ലെവലിലുള്ള മെമ്പർഷിപ്പ് എടുത്താലും ഈ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സൈക്കോളജി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.